കേക്ക് ഡെലിവറി ചെയ്ത് കസ്റ്റമറിൻ്റെ കോള് തിരിച്ച് വന്നത് വരെ വൻ കോൺഫിഡൻസ് ആയിരുന്നു. കസ്റ്റമർ പറഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതും കസ്റ്റമർ 2-3 വട്ടം പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. റെക്റ്റാങ്കിൾ കേക്കും സ്ക്വയർ കേക്കും നമുക്ക് എപ്പോഴും ഓർഡേഴ്സ് വരാറ്. കൈകാര്യം ചെയ്ത് കുറച്ച് പരിചയം കുറവുള്ളതുകൊണ്ട് സ്ക്വയർ കേക്കും റെക്റ്റാങ്കിൾ കേക്കും ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചധികം ടൈം എടുക്കും, ലൈക്ക് വെൻ കമ്പയർ ടു സർക്കിൾ കേക്ക്. എന്ന് വെച്ചാൽ ഫിനിഷ് ചെയ്യാനും ആ കോർണേഴ്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാനും കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഈ പരിചയമില്ലാത്ത കാര്യങ്ങൾ ചെയ്താണല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്വയർ കേക്കും റെക്റ്റാങ്കിൾ കേക്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കേക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു റെഫറൻസ് പിക്ക് കാണിച്ചിരുന്നു. ആ പിക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്നുകൂടെ എഴുതണം എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസമാണെങ്കിൽ എനിക്ക് മെഹന്തിയുടെ വർക്ക് ഉണ്ടായിരുന്നു. സോ ഇവർ വൈകിട്ട് വരും എന്നാണ് പറഞ്ഞത്, പക്ഷെ കുറച്ച് നേരത്തെ വരും എന്ന് പിന്നീട് വിളിച്ച് പറഞ്ഞു. ആ ടൈമിൽ ഞാനവിടെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കേക്ക് ഏകദേശം സെറ്റാണ്, പക്ഷെ ടോപ്പേഴ്സ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ആ റൈറ്റിങ്ങും കൂടെ എഴുതാനുണ്ട്. പിന്നെ വേഗം മെഹന്തി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. കേക്ക് വന്നിട്ട് 1 kg ബട്ടർ സ്കോച്ച് ആയിരുന്നു. 1 kg ഞാൻ സ്ക്വയർ മോൾഡിൽ ബേക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ടാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ കസ്റ്റമർ പറഞ്ഞ കളറിൽ കുറച്ച് റോസറ്റ് ഡിസൈൻസും വരച്ചു. അതിന് മുകളിൽ കുറച്ച് ബട്ടർഫ്ലൈസും ഫോക്ക് ബോൾസും സെറ്റ് ചെയ്തു. ഫൈനലി ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ചു, കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കസ്റ്റമർ പറഞ്ഞ റൈറ്റിംഗ് എഴുതിയിട്ടില്ല. അങ്ങനെ ഞാൻ അതും സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും കസ്റ്റമർ വന്നു, ഞാനത് ഡെലിവർ ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കോൾ വന്നു. കേക്കിൻ്റെ ഫോട്ടോ നീ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് 2-3 വട്ടം നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. കസ്റ്റമർ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.